കേരളത്തിലെ വാർത്താ ചാനലുകൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടി എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ പ്രൈം ടൈം ഡിബേറ്റുകളാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രൈം ടൈം ഡിബേറ്റുകളിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വലിയ തോതിൽ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ സാധിക്കാറുണ്ട്. കാര്യമായി രാഷ്ട്രീയമില്ലാത്ത ആളുകൾ പോലും ഈ ചാനൽ ചർച്ചകൾ ടി-വിയിലോ മൊബൈൽ ഫോണിലോ കാണുവാൻ ശ്രദ്ധ പതിപ്പിക്കുന്നത് അവയുടെ രാഷ്ട്രീയ വിശകലനത്തിൻ്റെ ആധികാരികത കൊണ്ടല്ല, നേരെ മറിച്ച് ഈ ചർച്ചകളുടെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊണ്ടാണ്. ഇത്തരത്തിൽ ചാനൽ ചർച്ചകളെ ജനപ്രിയമാക്കി മാറ്റിയത് ചില മിന്നും താരങ്ങളുടെ സാന്നിധ്യമാണ്. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം CPM-ന്റെ വക്താക്കളായി ചാനൽ ചർച്ചകളിലെത്തുന്ന ചില പ്രമുഖ താരങ്ങളാണ് ഇത്തരത്തിൽ ചാനലുകളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുവാനും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ പ്രൈം ടൈം ഡിബേറ്റുകൾക്ക് പകർന്നു നൽകുവാനും വലിയ സംഭാവന നൽകിയിട്ടുള്ളത്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന CPM-നെ ഉപദേശിക്കുന്ന PR ഏജൻസി ഇത്തരത്തിൽ പ്രമുഖരായ ഈ താരങ്ങളെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ച് ഇനിയും CPM സ്ഥിരമായി ചാനൽ ചർച്ചകളിലേക്ക് വിടുന്ന ചില നേതാക്കൾ ചർച്ചകൾ നടത്തിയാൽ, ചർച്ചകളിലൂടെ വിഡ്ഢിത്തരങ്ങൾ ലോകത്തോട് വിളമ്പിയാൽ CPM-ന്റെ ഉള്ള സാധ്യത കൂടി ഇല്ലാതാകുമെന്നാണ്. ഈ നേതാക്കൾ ഏത് സീറ്റിൽ മത്സരിച്ചാൽ തോക്കും എന്നുള്ള വസ്തുത കേരളത്തിലെ സാമാന്യബോധമുള്ള ഏത് മനുഷ്യനും അറിയാവുന്നതാണെങ്കിലും ഇവരുടെ ചാനൽ ചർച്ചകളുടെ സാന്നിധ്യം മൂലം CPM-ന് 40-ലധികം സീറ്റുകളിൽ പരാജയമുണ്ടാകുവാനുള്ള സാധ്യതയാണ് PR ഏജൻസി ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതൃത്വം ഈ നിർദ്ദേശം ഗൗരവമായി കണക്കിലെടുക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചാനൽ ചർച്ചകളിൽ നിന്ന് ഈ മിന്നും താരങ്ങളെ ഒഴിവാക്കുവാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പാർട്ടി മാറ്റി നിർത്തുന്ന ചാനൽ ചർച്ചകളിലെ താരങ്ങൾ ആരാണെന്നാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഈ പട്ടികയിലെ 1-ാം നമ്പർ താരം അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലെ പ്രമുഖ താരം, സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന K അനിൽകുമാറിനാണ് ആദ്യമായി സ്ഥാനം തെറിക്കുന്നത്. നമുക്കറിയാം, കോട്ടയത്തു നിന്നുള്ള CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് K അനിൽകുമാർ. യഥാർത്ഥത്തിൽ സുരേഷ് കുറുപ്പ് എന്ന ജനകീയ നേതാവിനെ വെട്ടിനിരത്തുവാനായി VN വാസവൻ പാർട്ടിയിൽ പ്രാധാന്യം കൊടുത്തു വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് അനിൽകുമാർ. വാസവൻ നൽകിയ ഈ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനിൽകുമാറിന് കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ടോ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായതുകൊണ്ടോ അല്ല അനിൽകുമാറിനെ കേരള ജനത അറിയുന്നത്. നേരെ മറിച്ച് പാർട്ടി പടച്ചുവിടുന്ന ക്യാപ്സ്യൂളുകൾ അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ക്യാപ്സ്യൂളുകൾ ചാനൽ ചർച്ചകളിൽ വന്നു നിന്ന് നാണവും മാനവും കെട്ട രീതിയിൽ വിളമ്പി പാർട്ടിയെ ന്യായീകരിച്ചു മെഴുകുന്ന അനിൽകുമാർ വലിയൊരു കോമഡി ഫാക്ടറായി അല്ലെങ്കിൽ ഒരു കോമഡി താരമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനാകുന്നത്. അത്രമാത്രം വിഡ്ഢിത്തരങ്ങളാണ് താൻ പ്രത്യക്ഷപ്പെടുന്ന ഓരോ ചർച്ചകളിലും അദ്ദേഹം വിളമ്പുന്നത്. വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഏറ്റവും അധികം ചാനൽ ചർച്ചകളിൽ CPM വക്താവായി പങ്കെടുത്തിട്ടുള്ളതിൻ്റെ റെക്കോർഡും അനിൽകുമാറിൻ്റെ പേരിൽ തന്നെയാണ്. അനിൽകുമാറിൻ്റെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഏത് ചാനലിൽ ചെന്നിരുന്നാലും ആ ചാനലിലെ വാർത്താ അവതാരകർ അല്ലെങ്കിൽ പ്രൈം ടൈം ഡിബേറ്റ് നിയന്ത്രിക്കുന്ന അവതാരകരെ UDF-ഓ കോൺഗ്രസോ ആയി മുദ്ര കുത്തുക എന്നതാണ്. ഇനി BJP-യെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ വാർത്താ അവതാരകരെ അദ്ദേഹം BJP-യായി മുദ്രകുത്തും. അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റുപറ്റാറില്ല. ഒരു പുച്ഛഭാവത്തോടുകൂടി, ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ വാദമുഖങ്ങൾ നിരത്തി അനിൽകുമാർ അങ്ങനെ അഭിമാനം കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നത് CPM-നാണെന്നുള്ള തിരിച്ചറിവ് പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും ഇപ്പോൾ PR ഏജൻസിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിൽകുമാറിനെ ഒരു നിമിഷം വൈകാതെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നേതൃത്വത്തിന് ഈ PR ഏജൻസി നൽകിയിട്ടുള്ളത്. എന്നാൽ അത്ര പെട്ടെന്ന് ഒഴിവാക്കുന്നത് അനിൽകുമാറിന് മുറിവേൽപ്പിക്കും എന്നുള്ളതിനാൽ അദ്ദേഹത്തെ വളരെ സാവകാശം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി ചുമതലകളിലേക്ക് മാറ്റി നിർത്തുവാനാണ് CPM നേതൃത്വം ആലോചിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത്. അനിൽകുമാർ കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്ന മറ്റൊരു പ്രമുഖ താരം കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയുള്ള CPM-ന്റെ യുവ നേതാവായ ജേക്ക് സി തോമസ് ആണ്. ഇപ്പോൾ അദ്ദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗമാണ്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമാണ്. ജേക്ക് സി തോമസ് DYFI അഖിലേന്ത്യാ പ്രസിഡന്റായ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ദേശീയ തലത്തിലെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ ജേക്കിന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം താങ്ങാൻ കഴിയാതെ ദേശീയ ചാനലുകൾ CPM പ്രതിനിധികളെ ചാനൽ ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കുന്ന ഘട്ടത്തിലാണ് ജേക്ക് വീണ്ടും കേരളത്തിലേക്ക് എത്തിയത്. തുടർച്ചയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട് റെക്കോർഡിട്ടിട്ടുള്ള ജേക്ക് സി തോമസ് പാർട്ടിയെ ചാനൽ ചർച്ചകളിൽ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഈ പ്രതിരോധമെല്ലാം പാർട്ടിക്ക് പാരയാകുന്നതും നാം കണ്ടിട്ടുണ്ട്. വിമാനത്താവളങ്ങൾക്കും കപ്പൽ നിർമ്മാണശാലകൾക്കുമെല്ലാം പിണറായി സർക്കാരിന് വേണ്ടി വില പറയുന്ന ഉത്തരവാദിത്തം കൂടി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ജേക്ക് സി തോമസ് ഏറ്റെടുക്കാറുണ്ട്.
സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ജെയ്ക്കിനെ CPM ചാനൽ ചർച്ചകളിലെ പാനലിസ്റ്റായി തെരഞ്ഞെടുത്തത്. എന്തൊക്കെയാണെങ്കിലും ജെയ്ക്സി തോമസിന്റെ മിന്നും പ്രകടനങ്ങൾ പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന തിരിച്ചറിവ് ഇപ്പോൾ ഈ PR ഏജൻസിക്ക് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ CPMന് വലിയ പരിക്കുകൾ ഇനി ജെയ്ക്ക് മൂലം ഉണ്ടാവില്ല എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. ജെയ്ക്കിനെയും അനിൽകുമാറിനെ പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ചുമതലകൾ നൽകി ചാനൽ ചർച്ചകളിൽ നിന്നും മാറ്റി നിർത്തുവാനാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ CPMന് അവമതിപ്പുണ്ടാക്കുന്ന, CPMനെ കുറിച്ച് ജനങ്ങളോടുള്ള പുച്ഛം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു താരമാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ. എറണാകുളം ജില്ലയിൽ DYFIയിലൂടെ ഉയർന്നു വന്ന അരുൺകുമാർ ഇപ്പോൾ എറണാകുളം ജില്ലാ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. ഏതൊക്കെയാണെങ്കിലും അരുൺകുമാറിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ പാർട്ടിയെ പലപ്പോഴും നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് വളരെ നിസ്സഹായതയോടുകൂടി തന്നെയാണ് പാർട്ടി പ്രവർത്തകർ ചാനൽ ചർച്ചകൾ കാണുമ്പോൾ നോക്കിയിരിക്കാറുള്ളത്. എന്നിരുന്നാലും ഇതൊന്നും തനിക്കൊരു വിഷയമേ അല്ല എന്ന മട്ടിൽ വീണ്ടും വീണ്ടും വാദിച്ചു മുന്നേറുവാൻ ശ്രമിക്കുന്ന അരുൺകുമാറിന്റെ ദയനീയ പരാജയങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ ആഘോഷിക്കാറുമുണ്ട്. അരുൺകുമാർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അത് എതിർ പാനലിസ്റ്റുകൾക്ക് വലിയ ആവേശമാണ് പകർന്നു നൽകുന്നത്. അനിൽകുമാറിനെ പോലെ തന്നെ അരുൺകുമാറിന്റെയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചാനൽ ചർച്ചകളിലെ വാർത്താ അവതാരകരെ അല്ലെങ്കിൽ മോഡറേറ്റേഴ്സിനെ എതിർ പാർട്ടിക്കാരായി മുദ്ര കുത്തുവാനുള്ള ഒരു പ്രവണതയാണ്. ഇത്തരത്തിൽ പ്രൈം ടൈം ഡിബേറ്റിന്റെ അവതാരകരായി പ്രത്യക്ഷപ്പെടുന്ന ഒട്ടുമിക്ക ചാനൽ പ്രവർത്തകരെയും അരുൺകുമാർ ചാനൽ ഭേദമന്യേ തന്നെ CPM വിരുദ്ധരായി വിദഗ്ധമായി മുദ്ര കുത്തിയിട്ടുമുണ്ട്. മനോരമ ന്യൂസിൽ ഷാനിയാണെങ്കിൽ 24 ന്യൂസിൽ ഹാഷ്മിയാണ്, റിപ്പോർട്ടർ ചാനലിൽ സ്മൃതിയാണ് അരുൺകുമാറിന്റെ ചാപ്പകുത്തലിന് വിധേയരാവാറുള്ളത്. ഏഷ്യാനെറ്റിൽ വിനു ഉൾപ്പെടെയുള്ള എല്ലാ അവതാരകരെയും CPM വിരുദ്ധരായി മുദ്ര കുത്തുവാൻ അരുൺകുമാർ സവിശേഷ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. ഏതൊക്കെയാണെങ്കിലും അരുൺകുമാറിന്റെ സാന്നിധ്യവും CPMന് ബാധ്യതയാകുന്നവരുടെ പട്ടികയിൽ PR ഏജൻസി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അയാളെയും മാറ്റി നിർത്തുവാൻ പാർട്ടി ഇതിനോടകം തന്നെ തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ PR ഏജൻസിയുടെ ഉപദേശാനുസരണം പാർട്ടി അവസാനമായി ഒഴിവാക്കുന്നത് CPMന്റെ യുവജന സംഘടനയായ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ V വസീഫിനെയാണ്. V വസീഫ് ഒരു അധ്യാപകനാണോ എന്ന് അയാളുടെ ചാനൽ ചർച്ചകളിലെ പ്രകടനം കണ്ടാൽ സാമാന്യ ജനങ്ങൾക്ക് സംശയം തോന്നും. അയാൾ അധ്യാപകനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അയാൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് ഒട്ടുമിക്ക ചാനൽ ചർച്ചകൾ കാണുന്ന പ്രേക്ഷകരും സഹതപിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത്രമാത്രം വിഡ്ഢിത്തരങ്ങളാണ് V വസീഫ് എന്ന യുവജന നേതാവ്, കമ്മ്യൂണിസ്റ്റ് യുവജന നേതാവ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിളമ്പാറുള്ളത്. വലിയ മാസ് ഡയലോഗൊക്കെ അടിക്കുമ്പോൾ V വസീഫ് മമ്മൂട്ടിയെ അനുകരിക്കുവാൻ ശ്രമിക്കാറുണ്ടോ എന്ന പരിഹാസവും പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിവിടാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും അനിൽകുമാറും ജെയ്ക്കും അരുൺകുമാറും V വസീഫുമെല്ലാം CPMന് കാര്യമായ സംഭാവന നൽകിയിട്ടില്ലെങ്കിലും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്ക് അവർ പ്രിയപ്പെട്ട എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള താരങ്ങളാണ്. വാർത്താ മാധ്യമങ്ങളുടെ അരിക്കാശ് കിട്ടുന്നത് പോലും പലപ്പോഴും ഇത്തരക്കാരുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇവരെ തന്നെ ചർച്ചയ്ക്ക് അയക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് വാർത്താ ചാനലുകൾ നിരന്തരമായി അഭ്യർത്ഥിക്കാറുമുള്ളത്. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്ക് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ ജെയ്ക്കും അരുൺകുമാറും വസീഫുമെല്ലാം ചർച്ച ബഹിഷ്കരിച്ചു പോകാറുണ്ടെങ്കിലും എന്നാൽ വളരെ അപൂർവമായി മാത്രമേ മുതിർന്ന നേതാവായ അനിൽകുമാർ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിക്കാറുള്ളൂ. കാരണം സ്വയം പരിഹാസ്യനാകുന്നത് പോലും തിരിച്ചറിയുവാനുള്ള സാമാന്യ ബോധം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളുടെ പ്രകടനം കണ്ടാൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PR ഏജൻസിയുടെ ഉപദേശമനുസരിച്ച് CPM ഒഴിവാക്കാൻ പോകുന്ന ചാനൽ വക്താക്കളുടെ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.